ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് ദിവസമായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ആവാല്ലേ. ഇതിൽ എത്ര പേര് നൈറ്റ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്? മേ ബി ഇത് കാണുന്ന എല്ലാവരും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കാണുന്ന ചിലരെങ്കിലും പോയിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണത്. അതും എറണാകുളം ടു മലപ്പുറം. അതൊരു ചെറിയൊരു ടൈം പീരീഡ് അല്ല ട്രാവൽ ചെയ്യാനുള്ളതെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ നൈറ്റ് പോണത് കേട്ടോ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടും വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തതും ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോണത്. ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിംഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ടൈം പോസ്റ്റ് അടിച്ചു കേട്ടോ. 5:30 വൈറ്റില ഹബ്ബിലെത്തേണ്ട ബസ്സായിരുന്നു. വന്നപ്പോൾ 7 മണിയായി. അങ്ങനെ എന്തായാലും നമ്മൾ ഓടിപ്പിടച്ച് ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മലപ്പുറം മഞ്ചേരി വണ്ടിയായിരുന്നു കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ ചില ദിവസങ്ങൾ നമുക്ക് തോന്നില്ലേ, ഇന്ന് ആരെ കണ്ടാണാവോ നമ്മൾ എഴുന്നേറ്റേന്ന്. അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന്. ഫസ്റ്റ് തന്നെ ബസ് ലേറ്റ് ആയത്. 5:30 വരാനുള്ള ബസ് 7 മണിക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ തന്നെ 1.5-2 മണിക്കൂർ ഡിലേ ആയി ഓൾറെഡി. പിന്നീട് കിട്ടിയ ഏറ്റവും വലിയ പോസ്റ്റ് ഇതാ ഈ കാണുന്നത് തന്നെ, ബ്ലോക്ക്. ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ബസ് ഡിലേ ആയപ്പോൾ എനിക്കുണ്ടായ ഒരു ആശ്വാസം. എന്തായാലും ഡിലേ ആയി, പക്ഷേ ആ ടൈം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നല്ല സ്പീഡിൽ പോകുമായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അടാറ് ബ്ലോക്കായിരുന്നു. ഒരുവിധം ബ്ലോക്കൊക്കെ നീന്തിതാ ഗുരുവായൂരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. കാരണം നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഗുരുവായൂരെത്തിയപ്പോൾ ഇതാ 10:02 ആയിട്ടുണ്ട് കേട്ടോ സമയം. എന്തായാലും ഈ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ബോറടി മാറിക്കിട്ടി. പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് ഉറങ്ങാനൊരു കോൺഫിഡൻസ് അത്ര പോരാ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഫോൺ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുവാണെങ്കിലും ഒരു പരിധി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന വരും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഓപ്ഷനും ഇല്ല. വല്ലപ്പോഴും മാത്രമേ ഫോൺ യൂസ് ചെയ്യത്തുള്ളൂ. ഒരുപാടങ്ങ് ആയിക്കഴിഞ്ഞാൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. മാക്സിമം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ബോറടി മാറാൻ വേറെ ഒരു ഓപ്ഷനും എൻ്റെ മുന്നിലില്ലായിരുന്നു. എന്തായാലും നമ്മളിതാ പൊന്നാനി എത്താനായിട്ടുണ്ട് കേട്ടോ. പൊന്നാനി എത്തിയപ്പോൾ 11 മണി 10:59. ഇനി എന്തായാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. കാരണം പൊന്നാനി എത്തി, നമ്മുടെ നാടെത്തി. ഇനി വിളിച്ചാൽ വിളിപ്പുറത്താണ് എല്ലാവരും. കുറച്ചുകൂടെ പോയാൽ മതിയല്ലോ. ടെൻഷൻസും അതുപോലെ തന്നെ പേടിയും എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം വീടെത്താനായല്ലോ. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും കാറിലേക്ക് കയറുന്നതൊന്നും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുക്കാൻ മറന്നുപോയി. എന്നാലും എന്താ ആ കാണുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. രാവിലെ ഞാൻ ഒരുപാട് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് രാവിലത്തെ വ്യൂ. ഇത് നൈറ്റാണ് കേട്ടോ. എന്തായാലും നമ്മൾ നമ്മുടെ വീടെത്താനായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് വളയുന്ന വഴിയാണ് കേട്ടോ അത്. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സാഹസികമായ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. എത്ര ലേറ്റ് ആയാലും ഇവരെ കണ്ടിട്ടേ വീട്ടിനകത്തോട്ട് കയറത്തുള്ളൂ കേട്ടോ. അതിന് രാവിലെ ആയാലും ശരി, രാത്രി ആയാലും ശരി. അവർക്കുള്ള ആ ഒരു സ്നേഹം കണ്ടില്ലേ, അത് തന്നെയാണ് വീണ്ടും 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 അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമയം ഒരു 11:30 11:45 ആയിട്ടുണ്ട്. ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ.